നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹെവി മെറ്റൽസിന്റെ ആധിക്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. ഹെവി മെറ്റൽസ് എന്ന് വെച്ചാൽ ലെഡ്, ആർസനിക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ പച്ചക്കറികളിലും മറ്റു പദാർത്ഥങ്ങളിലും കടൽ വിഭവങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ദോഷം ചെയ്യും? പ്രധാനമായിട്ടും ഇവ ദോഷകരമാവുന്നത് ഇവയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചാണ്. കൂടുതൽ ഹെവി മെറ്റൽസ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തകരാറിലാവും, അതല്ലെങ്കിൽ അതിന് താമസം നേരിടും. നമ്മൾ പെട്ടെന്ന് രോഗികളാവും നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. നല്ല ഭക്ഷണമല്ല കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറയും. നമ്മുടെ ശരീരത്തിലെ ഡീടോക്സ് ചെയ്യാനുള്ള, നമ്മുടെ ശരീരത്തിലെ വിഷം പുറത്തു തള്ളുവാനുള്ള ശരീരത്തിന്റെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഹെവി മെറ്റൽസ് കൂടുതലായി കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷ്മത വേണം. എന്തും എങ്ങനെയും കഴിക്കാം എന്ന് ചിന്തിക്കരുത്. നല്ല ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടാണ് അക്വാപോണിക്സ് കൾച്ചർ വഴി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് കുറച്ചുകൂടെ ഡിമാൻഡ് കൂടുന്നത്. കാരണം മണ്ണിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഹെവി മെറ്റൽസ് ശരീരത്തിൽ പ്രവേശിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പല പണക്കാരും ഹെവി മെറ്റൽസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു കൃഷിരീതികളിലൂടെയുള്ള ഭക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ കടൽ വിഭവങ്ങൾ, വലിപ്പം കൂടുതലുള്ള മത്സ്യങ്ങളിൽ കൂടുതൽ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ കാലം ജീവിക്കുന്ന മത്സ്യങ്ങൾ, ഇവയിലെല്ലാം ഹെവി മെറ്റൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും. നല്ല മണ്ണിലല്ല കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഹെവി മെറ്റൽസ് കൂടുതലായിരിക്കും. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറിൽ വരെ ഹെവി മെറ്റൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹെവി മെറ്റൽസ് വളരെ കുറവുള്ള നല്ല പ്രോട്ടീൻ പൗഡർ വാങ്ങുക എന്ന് പറയുന്നത്. ഹെവി മെറ്റൽസിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ള വഴികൾ. അത് നമുക്ക് ചെയ്തു തരുന്ന ദ്രോഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറക്കുക, അതിൻ്റെ വേഗത കുറക്കുക, ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുക എന്നിവയാണ്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക.